കാളയും അപ്പൂപ്പനും. ഒരിടത്തൊരിടത്ത് കാടിനോട് ചേർന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ അപ്പൂപ്പന്റെ ഓമനയായ ഒരു കുഞ്ഞൻ കാളക്കുട്ടനുണ്ടായിരുന്നു. അവന്റെ പേര് മണിയൻ കാള. മണിയന് നല്ല പഞ്ഞി പോലത്തെ വെള്ള നിറമായിരുന്നു. കൊമ്പുകൾക്കാണെങ്കിൽ കൊച്ചു കൊച്ചു കുണുക്കുമണികളുടെ വലിപ്പം. അവന്റെ കഴുത്തിൽ ഒരു കുഞ്ഞു മണിയുണ്ടായിരുന്നു. അവൻ നടക്കുമ്പോൾ കിലുങ്ങു കിലുങ്ങു എന്ന് ശബ്ദമുണ്ടാക്കും. മണിയന് കളിക്കാനും കുസൃതി കാണിക്കാനും വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാവിലെ അപ്പൂപ്പൻ മണിയനുമായി പാടത്തേക്ക് പോകുമ്പോൾ പറഞ്ഞു, മണിയ, ശ്രദ്ധിക്കണേ, നമ്മുടെ പാടത്തിന്റെ അരികിൽ പുതിയ കിണറ് കുഴിക്കാൻ ഒരു വലിയ കുഴിയുണ്ട്. അതിൽ വീഴരുത്. മണിയൻ തലയാട്ടി. അപ്പൂപ്പൻ പറഞ്ഞത് ശ്രദ്ധിച്ചു. അപ്പൂപ്പൻ മണിയനെ ഒരു തണലുള്ള മരച്ചുവട്ടിൽ കെട്ടിയിട്ടു. ഓ മണിയാക്കുട്ട, ഇവിടെ പതുങ്ങിയിരുന്നോണേ, ഞാൻ ദാ വരുന്നു. അപ്പൂപ്പൻ പറഞ്ഞു. എന്നിട്ട് പണിക്ക് പോയി. മണിയൻ അവിടെ പതുങ്ങിയിരുന്നു. അപ്പോഴാണ് കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഗൗരവമുള്ള ശബ്ദം കേട്ടത്. ഘുമ്മാ ഘുമ്മാ. അത് നമ്മുടെ കടുവച്ചേട്ടന്റെ വരവറിയിക്കുന്നതായിരുന്നു. മണിയന്റെ കഴുത്തിലെ മണി പേടിച്ച് കിലു കിലു എന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. അവൻ കെട്ടിയിരുന്ന കയറ് അഴിഞ്ഞിരുന്നു. കടുവയുടെ ശബ്ദം അടുത്തടുത്തു വരുന്നുണ്ടായിരുന്നു. മണിയൻ പേടിച്ച് ജീവനും കൊണ്ടോടി. കിലുങ്ങു കിലുങ്ങു. അവന്റെ മണിയുടെ ശബ്ദം കേട്ട് കടുവ അങ്ങോട്ട് വന്നു. വേഗത്തിൽ മണിയന്റെ പിന്നാലെ പാഞ്ഞു. മണിയൻ ഓടുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു വലിയ കുഴി കണ്ടു. അപ്പൂപ്പൻ പറഞ്ഞ പുതിയ കിണറിന്റെ കുഴിയായിരുന്നു അത്. മണിയന് ഒരു സൂത്രം തോന്നി. അവൻ വേഗം കുഴിയുടെ ഒരു വശത്തേക്ക് മാറി കടുവയെ നോക്കി ഒരു വാലാട്ടി. എന്താ ഈ കുഞ്ഞൻ കാള കാണിക്കുന്നത് എന്ന് വിചാരിച്ച് കടുവ മണിയനെ പിടിക്കാൻ ഒറ്റച്ചാട്ടം. ഠപ്പേ! കടുവ നേരെ കിണറിന്റെ കുഴിയിലേക്ക് വീണു. ഗർർ! കടുവ ദേഷ്യത്തിൽ കുഴിയിൽ നിന്ന് അലറി. മണിയൻ തിരിഞ്ഞു നോക്കി. ഒരിളക്കം ഇളക്കി കാണിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവൻ അപ്പൂപ്പന്റെ അടുത്തേക്ക് ഓടിപ്പോയി. അവന്റെ കഴുത്തിലെ മണി സന്തോഷത്തിൽ കിലു കിലു എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അപ്പൂപ്പൻ ഓടി വന്നു. മണിയൻ നടന്നതെല്ലാം അപ്പൂപ്പനോട് പറഞ്ഞു. അപ്പൂപ്പൻ മണിയനെ കെട്ടിപ്പിടിച്ചു. എന്റെ ബുദ്ധിമാനായ മണിയ, ഞാൻ പറഞ്ഞ കിണറിന്റെ കുഴി ഓർമ്മ വെച്ച് നീ രക്ഷപ്പെട്ടല്ലേ? അപ്പൂപ്പൻ സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മണിയൻ കാളക്കുട്ടൻ അപ്പൂപ്പൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടും തന്റെ ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ടും കടുവയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ കഥ നൽകുന്ന ഗുണപാഠം: മുതിർന്നവർ പറയുന്നത് ശ്രദ്ധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നത് നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. ബുദ്ധിപൂർവം പെരുമാറുന്നത് വലിയ പ്രശ്നങ്ങളെയും ചിരിയോടെ നേരിടാൻ സഹായിക്കും.